എനിക്ക് നാട്ടിലിറങ്ങി നടക്കണ്ടേ. ഞാൻ 10-12 വർഷം കൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. സംഘം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടരുതെന്ന് തന്നെ ഒരു നിർദ്ദേശമുണ്ട്. ഞാൻ ഈ വാർഡിൽ ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. പോസ്റ്റർ ഫ്ലക്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിർത്തൂല എന്നുള്ള രീതിയിൽ ഇവിടുത്തെ സംഘത്തിൻ്റെ ചില പ്രാദേശിക നേതാക്കൾ സംഘം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടരുതെന്ന് തന്നെ ഒരു നിർദ്ദേശമുണ്ട്. അത് മറികടന്നിട്ട് ഇവിടുത്തെ രണ്ട് മൂന്ന് പേര് അവരുടെ വ്യക്തിവൈരാഗ്യം ചേർക്കുന്നതിന് വേണ്ടിയിട്ട് വാർഡിനകത്ത് ഒരുപാട് പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നെ പറ്റി വ്യാജ പ്രചരണങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ നിൽക്കുന്നു സ്ഥാനാർത്ഥിത്വം എന്നതിലുപരി എനിക്ക് നാളെയും വാർഡിലല്ല എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യാത്ത രീതിയിലാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തത്. ഇത് നേതൃത്വത്തോട് പരാതിപ്പെട്ടില്ലേ ഇത്തരത്തിൽ നിങ്ങൾ വ്യക്തിഹത്യ നടത്തുന്ന കാര്യം? നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അവരതിന് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എന്തോ എനിക്ക് അങ്ങോട്ട് ഒട്ടും പറ്റാത്ത രീതിയിൽ മാനസികമായിട്ട് എനിക്ക് വിഷമമുണ്ടായിരുന്നു. എന്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും. പാർട്ടി നേതൃത്വം പൂർണ്ണമായും എന്നോടൊപ്പമാണ്. സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കളും എനിക്ക് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ പ്രാദേശികമായിട്ടുള്ള ഒരു 2-3 പേര് അവരുടെ വ്യക്തിവൈരാഗ്യം 10 വർഷം മുന്നേ സ്ഥാനാർത്ഥിത്വം ഈ മുഖൂർ വാർഡിന്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോഴും അവർ എനിക്ക് എതിരെ പറഞ്ഞു. പകരം വേറൊരു വാർഡിലോട്ട് മത്സരിക്കാൻ പറഞ്ഞു. സംഘടന പറഞ്ഞു, ഞാൻ അനുസരിച്ചു. പക്ഷെ അന്ന് അത് സംഘടനാപരമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അതേ കാര്യം തന്നെ ആവർത്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സംഘടനാ കാര്യമല്ല, എന്നോടുള്ള വ്യക്തിവൈരാഗ്യമാണ്. എന്നോടും എൻ്റെ കുടുംബത്തോടുള്ള വ്യക്തിവൈരാഗ്യമാണ് അവർ തീർക്കുന്നത്. അതിന് സംഘടന വഴങ്ങുന്നില്ല, പാർട്ടി വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ വളരെയധികം പ്രചരണങ്ങൾ നടത്തി. സ്ഥാനാർത്ഥിത്വത്തിൽ നിൽക്കുന്നതോ ഇലക്ഷൻ നിൽക്കുന്നതോ സ്ഥാനാർത്ഥിത്വമോ അല്ല, എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞാനിത് ചെയ്തത്. പാർട്ടി ഇതിൽ ഒരു കുറ്റക്കാരുമല്ല. നിങ്ങളുടെ ആശങ്കകളെല്ലാം പൂർണ്ണമായും പാർട്ടി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ആണ്. ഇന്നലെയും ജില്ലാ പ്രസിഡന്റ് വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതുമാണ്. എനിക്ക് അനുകൂലമായിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടി കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും കൂടെ നിൽക്കുന്നു എന്നല്ല, എനിക്ക് നാട്ടിലിറങ്ങി നടക്കണ്ടേ. ഞാൻ 10-12 വർഷം കൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അതിലുപരി എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നപ്പോഴാണ്, അതായത് ഒരുപാട് രീതിയിൽ പല രീതിയിൽ എന്നെ അവർ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഈ വ്യക്തികൾ എന്തിനാണ് അത്തരത്തിൽ നിങ്ങളോട്? അതവർക്കേ അറിയുള്ളൂ. പ്രഥമ ദൃഷ്ടിയെ ഞാൻ അവരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ അവർക്ക് എന്താണ് പ്രശ്നമെന്ന് അവർക്കേ അറിയുള്ളൂ, എനിക്കറിയത്തില്ല. അവർ പാർട്ടിക്കാരാണോ? പാർട്ടിക്കാരല്ല, സംഘത്തിന്റെ ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ. അതായത് ഇവിടെ കരിപ്പൂർ ശാഖയിലുള്ള 2-3 പേര്, RSSന്റെ 2-3 പ്രവർത്തകർ. ഇപ്പം ഈ വാർഡിൽ ഇതുവരെ നിങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല അല്ലേ? പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെ വൈകിട്ട് അങ്ങനെ എന്തോ നേതൃത്വം സംസാരിച്ചു എന്ന് പറയുന്ന രീതിയിൽ വിവരങ്ങൾ വരുന്നു. അങ്ങനെ എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? ഇന്ന് അത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ഇന്നലെ ജില്ലാ പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരെയാണ് പ്രഖ്യാപിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ കൂടെ ആയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അങ്ങനെ പറയാൻ പറ്റും. പാർട്ടിക്ക് ഇപ്പോൾ അങ്ങനെ പറയാം, പ്രഖ്യാപിക്കുമ്പോഴേ ഇന്നാണ് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാലും എനിക്ക് അനുകൂലമായിരിക്കുമെന്ന് തന്നെയാണ് അവർ സംസാരിച്ചത്.